അസാധാരണമായ ശബ്ദവിന്യാസം കൊണ്ടും വന്യമായ രീതിയിലുള്ള തീ കൊണ്ടുള്ള അഭ്യാസങ്ങളുമൊക്കെ കാന്താര എന്ന സിനിമയിൽ കാണാൻ കഴിയും. ഋഷഭ് ഷെട്ടി നായകനായും സംവിധായകനായും തിളങ്ങിയ ഒരു സിനിമയാണ് കാന്താര. കാന്താര എന്ന സിനിമയുടെ പ്രമേയവുമായിട്ട് വളരെ ഒത്തിണങ്ങി പോകുന്നത് കൊണ്ടാണ് ഈ ശബ്ദവും അതുപോലെ തന്നെ തീ കൊണ്ടുള്ള കളിയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഗുളികനാണ്. ഗുളികൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബേസ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അന്നെങ്കിൽ മാത്രമേ ഈ ഫിലിം നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുള്ളൂ. വളരെ വർഷങ്ങൾക്ക് മുൻപ് പുത്രലാഭത്തിനു വേണ്ടി ഒരു സന്യാസി ശിവനെ തപസ് ചെയ്തു, ആരാധിച്ചിരുന്നു. അങ്ങനെ ശിവനൊരു വരം കൊടുത്തു. 100 വയസ്സുള്ള വരെ ജീവിക്കുന്ന മന്ദബുദ്ധിയായ ഒരു മകനെ വേണോ, അതോ 16 വയസ്സ് മാത്രം ആയുസ്സുള്ള ബുദ്ധിമാനും അറിവുമുള്ള ഒരു മകനെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. മുനി പറഞ്ഞു, എനിക്ക് 16 വയസ്സ് വരെ മാത്രം ആയുസ്സുള്ള മകനെ മതി. മറ്റൊന്നുമല്ല, അവന് അറിവും ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ടല്ലോ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ മഹർഷി 16 വയസ്സുള്ള കുട്ടിയെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞിന് മാർക്കണ്ഡേയൻ എന്ന് പേരിട്ടു. 16 വയസ്സ് വരെ വളരെ സന്തോഷപരമായിട്ട് കുട്ടിയും അതുപോലെ തന്നെ മാതാപിതാക്കളൊക്കെ ഈ കഴിഞ്ഞിരുന്ന കാലം. ഈ 16 വയസ്സ് ആയപ്പോൾ ഈ മുനി വളരെയധികം ദുഃഖിച്ചും അതുപോലെ മാർക്കണ്ഡേയൻ എന്ന പുത്രനും വളരെ ദുഃഖിച്ചു. കാരണം ഈ ലോകത്തു നിന്ന് വിട വാങ്ങിയാണ്. അങ്ങനെ ഈ 16 വയസ്സ് ഉള്ളപ്പോൾ ഈ കുഞ്ഞെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കൗമാരക്കാരൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയും പ്രാർത്ഥിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ മരണദേവനായ യമൻ വന്നു, കാലം വന്നു, ഈ കുഞ്ഞിനെ മാർക്കണ്ഡേയനെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നു. അങ്ങനെ ഈ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന മാർക്കണ്ഡേയനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ ശിവലിംഗത്തിന് അതിന് കേടുപാട് സംഭവിക്കുകയാണ്. ആ തട്ട് കാണും. വളരെ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവൻ ഇത് കണ്ട് വളരെ ദേഷ്യത്തോടെ വരികയും ഈ കാലനെ അതല്ലെങ്കിൽ യമദേവനെ ഭസ്മമാക്കുകയും ചെയ്തു. അങ്ങനെ യമൻ മരണദേവനാണ്. എല്ലാ ആളുകളെയും സർവ്വചരാചരങ്ങളെയും മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കർമ്മമാണ് യമൻ്റേത്. യമദേവൻ ഭസ്മമായതിന് ശേഷം ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം ജനിക്കുന്നുണ്ട്, പക്ഷേ മരണപ്പെടുന്നില്ല. അവർക്ക് ഇങ്ങനെ മരണമില്ലാതെ കഴിയുകയാണ്. ഇത് വലിയ പ്രശ്നമായിട്ട് വീണ്ടും ഈ ദേവന്മാരെല്ലാം സമീപിച്ച് ശിവൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അങ്ങനെ ശിവൻ തൻ്റെ ഇടതുകാലുകൊണ്ട് ഭൂമി സ്പർശിച്ച് ആ നിലത്ത് ചവിട്ടുമ്പോൾ ആ ഒരു പെരുവിരൽ നിന്നാണ് ഗുളികൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ഗുളികൻ്റെ പ്രധാന കർത്തവ്യം ഈ യമദേവൻ്റെ കർത്തവ്യം അനുഷ്ഠിക്കുകയാണ് പിന്നീട് ചെയ്തത്. അതായത് പിന്നീട് കാലിന് എന്താണ് അതുവരെ ചെയ്തിരുന്നത് ആ ധർമ്മം ഈ ഗുളികൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം. അത് ഏകദേശം അത് ഇന്ത്യയിൽ ഉടനീളം ഈ ഗുളികനെ ബന്ധപ്പെട്ടുള്ള പല ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പ്രധാനമായിട്ട് കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ, അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ വടക്കൻ മേഖലയിൽ കണ്ണൂർ, കാസർഗോഡൊക്കെ ഇത്തരം ഗുളികന്മാരായിട്ടുള്ള ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതൊരു മലയ ദൈവം എന്ന രീതിയിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബ്രഹ്മാവ് സൃഷ്ടിസ്ഥിതി സംഹാരം, ബ്രഹ്മാവും വിഷ്ണുവും ശിവനൊക്കെ ഉള്ളപ്പോൾ തന്നെ ശിവനാണ് സംഹാരമൂർത്തിയായിട്ട് ശിവനെയാണ് കാണുന്നത്. ഇവിടെ ഗുളികനും ആ ഒരു രീതി തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വന്യമായ രീതിയിലുള്ള ആക്രമണ ശൈലി, തീ കൊണ്ടുള്ള കളി, അത്തരം കളികളൊക്കെ ഈ സിനിമയിൽ ഉടനീളം കാണാം. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ശബ്ദങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രമേയത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ നായകൻ്റെ അതുല്യമായിട്ടുള്ള ഒരു പ്രകടനം, ഒരൊറ്റയാൾ പ്രകടനം ഈ സിനിമയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ തൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും തൻ്റെ ബാല്യത്തിലോ അല്ലെങ്കിൽ താൻ വളർന്നു വന്ന സാഹചര്യത്തിലൊക്കെ ഇത്തരം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ഈ കണ്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ അത്രയധികം ആഴത്തിൽ ഋഷഭ് ഷെട്ടിയിലേക്ക് ഈ ഒരു ഗുളികൻ എന്നൊരു സംഭവം ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃത്തടത്തിൽ പരിഞ്ഞിട്ടുണ്ടാകും. കാരണം അത്രയും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ മിഴിവുറ്റ രീതിയിൽ അത് അഭിനയിപ്പിച്ച് കാണിക്കാൻ കഴിഞ്ഞത്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് സ്ക്രീനിൽ
അത് പ്രത്യേകിച്ച് ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് എഫക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു കഥാ പശ്ചാത്തലം നടക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പോർച്ചുഗീസുകാരൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുമായി ഒരു തരം ഒരു ഫാൻറ്റസിന്നോ അല്ലെങ്കിൽ ഒരു മിത്തുകളെന്നോ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു തരം കൂട്ടിച്ചേർക്കലാണ്. പലപ്പോഴും കന്നഡ സിനിമകൾ ഈ അടുത്ത കാലത്തൊക്കെ വളരെ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെയാണ് കൂടുതലും ഹിറ്റായിരുന്നു. ഇപ്പോൾ KGF പോലുള്ള സിനിമകൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ ഈ ഒരു ബ്രഹ്മാണ്ഡമായ സിനിമ, ഇപ്പോഴത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള കഥകളൊക്കെ പറയുവാനും അത്തരം കഥകളിലൂടെ ഒരു ജനങ്ങൾക്ക് നല്ലതായിട്ടുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം രൂപപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത്തരം സിനിമകളൊക്കെയാണ് ബ്രഹ്മാണ്ഡ സിനിമകളാവുകയും വലിയ തരത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഇതും അതുപോലെ ഒരു സിനിമയാണ്. ഒരു യുവാവ് തൻ്റെ ഗ്രാമത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇതിൽ ഋഷഭ് ഷെട്ടി ഇതിൽ ഉള്ളത്. അതുമാത്രമല്ല, നായിക വെറുതെ ഒരു നായകൻ്റെ പ്രണയജോഡിയായി മാത്രം തീരാതെ ഒരു ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് സിനിമയിലുടനീളം ഒരു നല്ലൊരു കഥാപാത്രമായിട്ട് നായികയ്ക്ക് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചകൾ, സ്പേസും ഉണ്ടായി, ഒരു കഥാപാത്രത്തിനൊരു പൂർണ്ണതയുണ്ടായി. അതുപോലെ തന്നെ എടുത്ത് പറയത്തക്ക ഒന്നാണ് ഇതിലെ ഈ ജയറാമിൻ്റെ പ്രകടനം. അതുപോലെ ജയറാമിൻ്റെ മകനായിട്ടുള്ള ഒരു നടനുണ്ടായിരുന്നു. ആ നടൻ്റെ പ്രകടനം, അതായത് രാജകുമാരൻ്റെ പ്രകടനമൊക്കെ വളരെ മികവുറ്റതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എങ്കിലും ചില പ്രശ്നങ്ങൾ, പോരായ്മകൾ ഈ ഉള്ളതായിട്ട് പറഞ്ഞിട്ട്, കാരണം ഈ സിനിമ കണ്ട് ഇറങ്ങിയ സമയത്ത് ചിലർ പറഞ്ഞു ഇത് ഇച്ചിരി ഓവറായിപ്പോയി എന്ന് 1-2 പ്രേക്ഷകർ പറയുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരു കാന്താരയുടെ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ, നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സിനിമ കാണുമ്പോൾ അത് കുറച്ച് ഭാഗം മാത്രമേ, പ്രത്യേക ക്ലൈമാക്സിനോട് ചേർന്നുള്ള ഗുളികൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ അത് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൽ സിനിമയിലുടനീളം ഒരുപാട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ നമ്മൾ ഈ രാജമൗലിയുടെ കുറേ ചിത്രങ്ങളൊക്കെ കണ്ടു. ഈ പ്രത്യേകിച്ച് കാട്ടിൻ്റെ അകത്തുള്ള സീനുകളൊക്കെ കുറേ കൂടി ഗംഭീരമായിട്ട് ചെയ്യുവാൻ ഇതിലെ ഋഷഭ് ഷെട്ടിക്ക് കഴിഞ്ഞു. അതേസമയം ഈ രാജകൊട്ടാരം അതുമായി ബന്ധപ്പെട്ടുള്ള സീനുകളൊക്കെ ചെറിയ ബഡ്ജറ്റിലാണോ, അതോ ഈ ബഡ്ജറ്റിൻ്റെ ദൈർഘ്യത്തിൻ്റെ വലിപ്പക്കുറവ് കൊണ്ടാണോ, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് ആർട്ട് ഡയറക്ഷൻ്റെ പ്രശ്നമാണോ, ആർട്ടിൻ്റെ വർക്കിൻ്റെ പോരായ്മ കൊണ്ടാണോ എന്തെന്നല്ല, ആ ഭാഗം മാത്രം കുറച്ച് ഒരു കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോകുന്ന വീതികളിലുള്ള വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരു സിനിമ ചിത്രീകരണത്തിൻ്റെ ഇടയിൽ ആ ഒരു ചെറിയ പാളിച്ച വന്നിട്ടുണ്ടോ എന്ന് സംശയം ഇല്ലാതില്ല. അപ്പോൾ അതേസമയം ഈ വനത്തിൻ്റെ അകത്തേക്കുള്ള ഒരു കാന്താര എന്ന പ്രദേശത്തിനകത്തേക്കുള്ള സീനുകൾ, കാടുകളിലുള്ള സീനുകളൊക്കെ വളരെ അധികം ഗംഭീരമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ചിത്രം ഒരു മുതൽക്കൂട്ടാണ്. അതുമാത്രമല്ല, ഇത് കണ്ടിരിക്കണം. പ്രധാനപ്പെട്ട ഈ സിനിമയുടെ ഈ പ്രത്യേകിച്ച് ഈ ഗുളികൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കുറേ കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഈ സിനിമയിലൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നെങ്കിൽ മാത്രമേ ഈ സിനിമ നമുക്ക് കുറേ കൂടി ഒരു ആസ്വാദ്യമാകുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും മല്ലു മെട്രോ കാന്താര സിനിമയെക്കുറിച്ച് നല്ല ഒരു റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.